കോട്ടയം നഗരസഭയിലെ 3 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടി. പ്രതി അഖിൽ സി വർഗീസിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് തുമ്പില്ല. ഇയാളെ പിടികൂടാൻ വൈകുന്നത് രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. വിഷയത്തിൽ നഗരസഭാ ചെയർപേഴ്സണെതിരെയുള്ള LDF അവിശ്വാസം നാളെ ചർച്ച ചെയ്യും. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് 2 ആഴ്ച പിന്നിട്ടിട്ടും അഖിൽ സി വർഗീസ് കാണാമറയത്ത് തുടരുകയാണ്. അമ്മയുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക വകമാറ്റി 3 കോടി തട്ടിപ്പ് നടത്തിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അഖിൽ ഒളിവിൽ പോയി. ആദ്യം കേസ് അന്വേഷിച്ച വെസ്റ്റ് പോലീസിനും പിന്നീട് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ആഗസ്റ്റ് 8-ന് തമിഴ്നാട്ടിലെത്തിയത് മാത്രമാണ് ഏക വിവരം. പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതാണ് അന്വേഷണ സംഘത്തിന്റെ തിരിച്ചടി. രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രതിയുടെ അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. അതിനിടെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ച CCTV ദൃശ്യങ്ങളും രേഖകളും അടക്കമുള്ള തെളിവുകൾ കോടതിക്ക് കൈമാറി. കേസിന് പിന്നാലെ തദ്ദേശ വകുപ്പ് അഖിലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 2020 മുതൽ 2023 വരെ കോട്ടയം നഗരസഭയിൽ പ്രതി ജോലി ചെയ്തിരുന്ന കാലയളവിലായിരുന്നു തട്ടിപ്പ്. സ്ഥലം മാറിപ്പോയിട്ടും ഈ മാസം ആദ്യ ആഴ്ച വരെ കോട്ടയം ഓഫീസിലെത്തി പ്രതി ഫയലുകളിൽ ഇടപെട്ടിരുന്നു. മീഡിയ 1 കോട്ടയം.